ലോകം മുഴുവൻ ആഘോഷങ്ങൾ നിറയുന്ന ക്രിസ്മസ് ദിനങ്ങൾ, ദീപങ്ങളും അലങ്കാരങ്ങളും നിറയുന്ന ക്രിസ്മസ് ആഘോഷ രാവുകൾ. ഈ ആഘോഷങ്ങളിൽ ക്രിസ്മസിന്റെ സാരാംശം ഉൾക്കൊള്ളുന്ന കാലാതീതമായ ഒരു പാരമ്പര്യം, യേശുക്രിസ്തുവിന്റെ ബേത്ലഹേമിലെ എളിയ ജനനത്തിന്റെ ദൃശ്യ പ്രതിനിധാനമായ ആ പാരമ്പര്യം. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്മസ് അലങ്കാരങ്ങളുടെ മാസ്മരികത വർദ്ധിപ്പിക്കുന്ന, എണ്ണമറ്റ ഹൃദയങ്ങളിൽ സന്തോഷവും അത്ഭുതവും കൗതുകവും നിറയ്ക്കുന്ന നേറ്റിവിറ്റി സീൻ അഥവാ ക്രിസ്മസ് പുൽക്കൂടിനെ പറ്റി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങി ഇന്നും തുടർന്നു പോകുന്ന ക്രിസ്മസ് പുൽക്കൂട് എന്ന പാരമ്പര്യത്തിന്റെ ചരിത്രവും നാൾവഴികളുമെന്ത്. എങ്ങനെയാണ് പരമ്പരാഗത ശൈലിയിൽ ഒരു ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കേണ്ടത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. മനുഷ്യരുടെ പാപങ്ങൾ പോക്കുവാൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന മനുഷ്യപുത്രൻ താഴ്മയുടെ പ്രതീകമായി പുൽത്തൊഴുത്തിൽ പിറന്ന സന്തോഷത്തിന്റെയും നന്മയുടെയും നിമിഷത്തെയാണ് പുൽക്കൂട് ഒരുക്കുന്നതിലൂടെ നാം ചിത്രീകരിക്കുന്നത്. ദൈവപുത്രൻ ഒരു സാധാരണ ശിശുവായി അവതരിച്ചു എന്ന വിശ്വാസത്തെ പുൽക്കൂട് എന്ന പാരമ്പര്യം ഊന്നി പറയുന്നു. ഇടയന്മാരെ രക്ഷകനിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ അടയാളം കൂടിയാണ് പുൽക്കൂട്. ആ പുൽക്കൂടിന്റെ ചരിത്രം ഇങ്ങനെ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ യേശുവിന്റെ ജനനം ആദ്യമായി ചിത്രീകരിക്കുന്നത് അസീസിയിലെ സെയിന്റ് ഫ്രാൻസിസ് ആണ്. 1293 അന്നത്തെ ക്രിസ്മസ് രാവിൽ അസീസിക്ക് സമീപമുള്ള ഗ്രേച്ചോയിലാണ് ആദ്യത്തെ പുൽക്കൂട് ഒരുങ്ങിയത്. ആ പട്ടണത്തിൽ ജോൺ എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. വളരെ നല്ല ഒരു വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ജോണിനോട് സെയിന്റ് ഫ്രാൻസിസിന് അതിയായ സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഉണ്ടായിരുന്നു. ക്രിസ്മസിന് 2 ആഴ്ച മുൻപ് സെയിന്റ് ഫ്രാൻസിസ് ജോണിനോട്, ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ഒരുമിച്ച് ഗ്രേച്ചോയിൽ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേഗം പോയി ഞാൻ നിങ്ങളോട് പറയുന്നത് തയ്യാറാക്കുക. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ യേശുവിന്റെ ജനനം വീണ്ടും ഓർമ്മിക്കത്തക്ക വിധം ആ രംഗം അവതരിപ്പിക്കുവാനും അതിമനോഹരമായ ആ രംഗം എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നല്ലവനും വിശ്വസ്തനുമായ ആ മനുഷ്യൻ സെയിന്റ് ഫ്രാൻസിസ് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി. അനേകം സമുദായങ്ങളിൽ നിന്നെത്തിയ സന്യാസിമാർ സെയിന്റ് ഫ്രാൻസിസിന് ഒപ്പം കൂടി. അയൽപ്പക്കത്തെ സ്ത്രീ പുരുഷന്മാർ യേശുവിന്റെ ജനനം പുനഃസൃഷ്ടിക്കുവാൻ ഒരുങ്ങിയെത്തി. രാത്രിയെ പ്രകാശമാനമാക്കുവാൻ അവർ മെഴുകുതിരികൾ കൊണ്ടുവന്നു. തൊട്ടിലൊരുങ്ങി വൈക്കോൽ കൊണ്ടുവന്നു. കാളയെയും കഴുതയെയും ആടുകളെയും സംഭവ സ്ഥലത്തേക്ക് ആനയിച്ചു. അങ്ങനെ ഗ്രേച്ചിയോ പുതിയ ബെത്ലഹേമായി മാറി. സെയിന്റ് ഫ്രാൻസിസ് അവിടേക്കെത്തി ഒരുക്കങ്ങളെല്ലാം കണ്ടു. അദ്ദേഹത്തിന്റെയും അവിടെ കൂടിയ ജനങ്ങളുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ അവർ ഗാനങ്ങൾ ആലപിച്ചു. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. വിശുദ്ധ വസ്ത്രം ധരിച്ച് സെയിന്റ് ഫ്രാൻസിസ് അവരോട് സുവിശേഷം ഘോഷിച്ചു. ഹൃദ്യമായ ഒരു പ്രഭാഷണവും നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെയിന്റ് ഫ്രാൻസിസ് പുൽത്തൊട്ടിയിലേക്ക് ചെന്നു. മനുഷ്യപുത്രൻ അവിടെ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹം കൈകൾ നീട്ടി. അദ്ദേഹത്തിന്റെ ഭക്തിയുടെ തീവ്രതയാൽ ശൂന്യമായ പുൽത്തൊട്ടിയിൽ നവജാത ശിശുവിന്റെ തേജസ് നിറഞ്ഞു. ഇങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന പുൽക്കൂടിന്റെ ഉത്ഭവകഥ. ബേത്ലഹേമിനെ സ്വന്തം പട്ടണത്തിലേക്ക് കൊണ്ടുവരാനുള്ള അസീസിയിലെ സെയിന്റ് ഫ്രാൻസിസിന്റെ ആശയം ലോകമെമ്പാടും അതിവേഗം പ്രചരിച്ചു. മരവും മണ്ണും കൊണ്ടുള്ള പുൽക്കൂടുകൾ ക്രമേണ നിർമ്മിക്കപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിലാണ് പള്ളികളിലും കോൺവെന്റുകളിലും മിനിയേച്ചർ നേറ്റിവിറ്റി ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. മൊറാവിയൻ ജർമ്മൻകാർ ഈ ആചാരം അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അവർ അതിനെ പുട്സ് എന്ന് വിളിച്ചു. പിന്നീട് അലങ്കാരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒരു ഘടകമായി വീടുകളിലും പുൽക്കൂടുകൾ ഒരുക്കി തുടങ്ങി. ഏറ്റവും പുരാതനമായ പുൽക്കൂടിന്റെ ദൃശ്യം അഥവാ നേറ്റിവിറ്റി സീൻ ലഭിച്ചിരിക്കുന്നത് റോമിലെ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കാറ്റക്കം എന്നറിയപ്പെടുന്ന പുരാതന ഭൂഗർഭ കല്ലറകൾക്കുള്ളിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തെ സംസ്കരിച്ച അറയുടെ ഭിത്തിയിൽ നിന്നുമാണ്. ക്രിസ്മസ് രാവിൽ മൃഗങ്ങൾക്ക് സംസാരശേഷി ഉണ്ട് എന്നൊരു ഐതിഹ്യമുണ്ട്. വിനയാന്വിതരായ കർഷക മൃഗങ്ങൾ ശിശുവായ യേശുവിന് തന്റെ ആദ്യ അഭയസ്ഥാനം നൽകിയതുകൊണ്ടും കുളിരൊഴുകുന്ന രാവിൽ ആ ശിശുവിന് തങ്ങളുടെ ശ്വാസം കൊണ്ട് ചൂട് പകർന്നതുകൊണ്ടുമാണ് ഈ സിദ്ധി ലഭിച്ചതെന്നാണ് ഐതിഹ്യം.
ഉണ്ണിയേശു, ജോസഫ്, മറിയം, ഇടയന്മാർക്ക് സുവാർത്ത അറിയിച്ച മാലാഖ, നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നീ കാഴ്ചകളുമായി ശിശുവിനെ വണങ്ങുവാനെത്തിയ മെൽഷ്യർ, ഗാസ്പട്ട്, ബെൽത്തസർ എന്നീ 3 രാജാക്കന്മാർ, രക്ഷകന്റെ തിരുജനനം ആദ്യമായി അറിഞ്ഞ ഇടയന്മാർ, അവരുടെ ആടുകൾ, മറിയത്തെ ബേത്ലഹേമിലേക്ക് കൊണ്ടുവന്ന കഴുത, പുൽത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് തന്റെ ശ്വാസം കൊണ്ട് ചൂട് പകർന്ന കാള എന്നിവരാണ് പുൽക്കൂട്ടിലെ പ്രധാന രൂപങ്ങൾ. എങ്ങനെയാണ് പരമ്പരാഗത രീതിയിൽ ഒരു പുൽക്കൂട് ഒരുക്കേണ്ടത്? പാരമ്പര്യമനുസരിച്ച് പുൽക്കൂടിനുള്ളിൽ മറിയം, ജോസഫ് എന്നിവരാണ് ഉള്ളത്. മറിയത്തിന് അരികിലായി കഴുതയെയും ജോസഫിനരികിലായി കാളയും വെക്കുന്നു. പൂർണ്ണ ഗർഭിണിയായി മറിയം കഴുതപ്പുറത്ത് പുൽത്തൊഴുത്തിലേക്ക് എത്തിയതിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് മറിയത്തിന് അരികിലായി കഴുതയെ വെക്കുന്നത്. പിന്നീട് ഈജിപ്തിലേക്ക് ഇവർ പലായനം ചെയ്യുന്നതും ഈ കഴുതപ്പുറത്താണ്. മറിയത്തിനും ജോസഫിനും ഇടയിലുള്ള സ്ഥലം പുൽമെത്തയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനായിട്ടുള്ളതാണ്. ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് പുൽമെത്തയിൽ ഉണ്ണിയേശുവിന്റെ രൂപം വെക്കാറുള്ളത്. അതുവരെ ഒഴിഞ്ഞ പുൽമെത്തയായിരിക്കും മറിയത്തിനും ജോസഫിനും ഇടയിൽ ഉണ്ടാവുക. 3 രാജാക്കന്മാരെ പുൽക്കൂട്ടിൽ നിന്നും ദൂരെയാണ് വെക്കാറുള്ളത്. അവരുടെ യാത്രയുടെ പ്രതീകമായി ദിവസങ്ങൾ കഴിയും തോറും അവരെ പുൽക്കൂടിന് അരികിലേക്ക് വെക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണിയേശുവിന് കാഴ്ചകൾ അർപ്പിക്കുന്ന രീതിയിൽ അവരെ പുൽക്കൂടിന് അരികെ സ്ഥാപിക്കുന്നു. അങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ ബേത്ലഹേമിലെ തിരുജനനം നമ്മുടെ പുൽക്കൂട്ടിലും സൃഷ്ടിക്കപ്പെടുന്നു. ക്രിസ്മസ് എന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാലമാണ്. നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും പുൽക്കൂടുകളും എങ്ങും ഒരുങ്ങുമ്പോൾ അവയെല്ലാം കേവലം ബാഹ്യമായ അലങ്കാരങ്ങളായി മാത്രം ഒതുങ്ങാതെ നമ്മുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും നന്മയുടെ വഴികാട്ടുന്ന നക്ഷത്രങ്ങളും ലോകത്തിന് വെളിച്ചമേകുന്ന ദീപാലങ്കാരങ്ങളും വിനയത്തിന്റെയും ഐക്യത്തിന്റെയും പുൽക്കൂടുകളും ഒരുങ്ങട്ടെ. സ്നേഹവും സാഹോദര്യവും ഈ ക്രിസ്മസ് കാലത്ത് ലോകമെങ്ങും നിറയുമെന്നത് തീർച്ച. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.